തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആദിവാസികളുടെ നിൽപ്പ് സമരം തുടങ്ങിയിട്ട് ഒരു മാസം പിന്നിടുകയാണ്. 13 വർഷങ്ങൾ പിന്നിടുന്നു. ആദിവാസികൾക്ക് വേണ്ടിയുള്ള സമഗ്ര പാക്കേജ് നടപ്പാക്കാം എന്ന ആന്റണി സർക്കാരിൻ്റെ വാഗ്ദാനമുണ്ടായിട്ട് ഇപ്പോഴും ആദിവാസികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരുകയാണ്. എന്താണ് ഇക്കാലം അത്രയും പൊതുസമൂഹത്തിനും കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ആദിവാസികളോടുള്ള സമീപനത്തിൽ വന്ന മാറ്റം? എന്തായിരിക്കും ആദിവാസി ഗോത്ര മഹാസഭ ഈ വിഷയത്തിൽ ഇനി ഇടപെട്ട് ചെയ്യാൻ പോകുന്നത്? ആദിവാസി ഗോത്ര മഹാസഭയുടെ നേതാവ് ശ്രീമതി CK ജാനുവാണ് ഇന്ന് എന്നോടൊപ്പം വ്യൂ പോയിന്റിൽ. ജാനു, സ്വാഗതം. ഏതാണ്ട് ഒരു മാസം പിന്നിട്ട് കഴിഞ്ഞു സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള നിൽപ്പ് സമരം തുടങ്ങിയിട്ട്. 13 വർഷം മുൻപ് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ പാലിക്കണമെന്നതാണ് നിങ്ങളുടെ ആവശ്യം. ഇതിൽ ഒരു ഒത്തുതീർപ്പ് ചർച്ചയെങ്കിലും നടക്കുന്നതിന് എന്താണ് തടസ്സമായി നിൽക്കുന്നത്? 2 മാസവും 5 ദിവസവുമായി നിൽപ്പ് സമരം തുടങ്ങിയിട്ട്. ഇപ്പോൾ നമ്മൾ ആ നിൽപ്പ് സമരത്തിനകത്ത് പ്രത്യേകിച്ച് ഒരു പുതിയ മുദ്രാവാക്യം വെച്ച് അത് നടപ്പിലാക്കണമെന്ന് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിട്ടില്ല. അതായത് 2001 നമ്മുടെ കുടിൽക്കട്ടൽ സമരത്തിലൂടെ നടന്ന കരാറും അതിനുശേഷം വന്നിട്ടുള്ള 2006 വനാവകാശ നിയമവും അങ്ങനെ ആ കരാറിനോടനുബന്ധിച്ച് കുറേ കാര്യങ്ങൾ വന്നിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ നടപ്പിലാക്കണമെന്ന് മാത്രമാണ് നമ്മൾ ഈ സമരത്തിലൂടെ ശരിക്കും ഇപ്പോൾ നിൽപ്പ് സമരത്തിലൂടെ ആവശ്യപ്പെട്ടത്. അപ്പോൾ ശരിക്കും ഗവൺമെൻറ്റിന് അറിയാവുന്ന അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇതിലൂടെ നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ സമരമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഒരു റൗണ്ട് മുഖ്യമന്ത്രി ഞങ്ങളുടെ വകുപ്പ് മന്ത്രി ജയലക്ഷ്മി ആയിട്ടുള്ള ഒരു ചർച്ച നടന്നു. അപ്പോൾ ആ ചർച്ചയിൽ ശരിക്കും സംസാരിച്ചപ്പോൾ അവർ കൃത്യമായിട്ട് പഠിച്ച് ഇതിനെക്കുറിച്ചൊരു മനസ്സിലാക്കി ഒരു തീരുമാനത്തിലെത്തുന്ന അങ്ങനെയുള്ള ഒരു സമീപനത്തിലല്ല അവർ വന്നതെന്ന് നമുക്ക് തോന്നി. അവരവിടെ വന്നിട്ട് ഉദ്യോഗസ്ഥന്മാരോട് ഇതെങ്ങനെ ചെയ്താൽ ഗുണകരമാവും, അങ്ങനെ ചെയ്താലാവോ, ഇങ്ങനെ ചെയ്താലാവോ എന്ന് അങ്ങനെ ചർച്ച ചെയ്യുന്ന ഒരു രീതിയാണ് ശരിക്കും അവിടെ ഉണ്ടായത്. അതായത് സർക്കാരിന് നിങ്ങളോട് ചർച്ചയ്ക്ക് വരുമ്പോൾ സർക്കാരിന് മുന്നിൽ കൃത്യമായ ഒരു പദ്ധതി, ഒരു പ്ലാൻ ഇല്ലായിരുന്നു. ഇപ്പോൾ വകുപ്പ് മന്ത്രി വരുമ്പോൾ അങ്ങനെയുള്ള ഒരു പ്ലാൻ ഇല്ലായിരുന്നു. ശരിക്കും ഇന്നതാണ് ഞങ്ങൾ തീരുമാനിക്കുന്നത് എന്ന് പറയാനുള്ള ഒരു പ്ലാനിങ്ങോടുകൂടിയല്ല അവർ ശരിക്കും വന്നത്. ഈ സമരം 65 ദിവസം വരെ നീണ്ടു നിൽക്കുന്നതിന് ആരാണ് ഉത്തരവാദി? ഇതിന് 65 ദിവസം വരെ നീണ്ടു നിൽക്കുന്നതിന് ഉത്തരവാദി ശരിക്കും ഗവൺമെൻറ് തന്നെയാണ്. ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഈ സമരത്തിലൂടെ ഉന്നയിക്കുന്നുള്ളൂ. അപ്പോൾ അതിന് ഗവൺമെൻറ്റിന് രണ്ടാമത് പഠിക്കാനൊരു സമയം എടുക്കേണ്ട ആവശ്യമില്ല. അവർ പറഞ്ഞ കാര്യങ്ങളാണ്, അത് നടപ്പിലാക്കുന്നതിൻ്റെ കാര്യം, അതിൻ്റെ പ്രായോഗികത ഒക്കെ ഗവൺമെൻറ്റിന് അറിയാം. അതറിഞ്ഞുകൊണ്ട് ഗവൺമെൻറ് ഇത്ര ദിവസമായിട്ടും ഈ സമരം ഇങ്ങനെ നീണ്ടു നിൽക്കുമ്പോൾ കഴിഞ്ഞ 22-ാം തീയതി മുഖ്യമന്ത്രിയായിട്ടുള്ള ഒരു മീറ്റിംഗ് നടന്നിരുന്നു. മുഖ്യമന്ത്രിയായിട്ടുള്ള മീറ്റിങ്ങിൽ നമ്മൾ പറയാനുള്ളത് മുഴുവൻ കേട്ട് കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി പറഞ്ഞത് എനിക്കിത് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല, അതുകൊണ്ട് കുറച്ച് സമയം കൂടെ വേണം എന്ന് പറഞ്ഞിട്ട് മീറ്റിംഗ് പിരിയുക ചെയ്തത്. എന്താണ് അദ്ദേഹത്തിന് മനസ്സിലാകാതിരിക്കുന്ന കാര്യം? എന്താണ് മനസ്സിലാകാതിരിക്കുന്നതെന്നുള്ളത് നമ്മളോട് പറഞ്ഞിട്ടില്ല. അല്ല, നിങ്ങൾ ആ ചർച്ചയിൽ ചോദിച്ചില്ലേ ഏതൊക്കെ കാര്യങ്ങളാണ് മുഖ്യമന്ത്രിക്ക് മനസ്സിലാകാത്തതെന്ന്? അല്ല, നമ്മളത് ഓരോ കാര്യവും പ്രത്യേകം എടുത്ത് വിശദീകരിച്ച് തന്നെ മുഖ്യമന്ത്രിയോട് പറഞ്ഞിരുന്നു. ഓരോരോ കാര്യം ഓരോന്നും വിശദമായിട്ട് തന്നെയാണ് മുഖ്യമന്ത്രിയായിട്ട് പറഞ്ഞത്. ഭൂരഹിതരായ ആദിവാസികൾക്ക് മുഴുവൻ ആന്റണി സർക്കാരിൻ്റെ കാലത്ത് നൽകിയ ഉറപ്പനുസരിച്ച് ഭൂമി നൽകുക എന്നതാണോ നിങ്ങളുടെ ആവശ്യങ്ങളിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത്? ബാക്കി കാര്യങ്ങളിൽ അല്പമെങ്കിലും വിട്ടുവീഴ്ചയ്ക്ക് നിങ്ങൾ തയ്യാറാണോ? ഇപ്പോൾ നമ്മൾ വെച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ള കാര്യമായതുകൊണ്ട് അതിൽ ഒന്നിനും ഒരു വിട്ടുവീഴ്ചയ്ക്കും നമ്മൾ ശരിക്കും തയ്യാറല്ല. ഇപ്പോൾ ഈ കരാർ നടപ്പിലാക്കി ഭൂരഹിതരായിട്ടുള്ള മുഴുവൻ ആദിവാസികൾക്കും ഭൂമി കൊടുക്കുക എന്നുള്ളത് 2001 ആന്റണി ഗവൺമെൻറ്റിൻ്റെ കരാറിലുള്ളതാണ്. അത് ഭൂമിയുടെ ലഭ്യത അനുസരിച്ച് 1 ഏക്കർ തുടങ്ങി 5 ഏക്കർ വരെ ഭൂമി കൊടുക്കുന്നുള്ള വ്യവസ്ഥ അവർ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അത് നടപ്പിലാക്കണം. അതുകൂടാതെ വനാവകാശ നിയമം 2006 പാസ്സാക്കിയ മുത്തങ്ങയിൽ 2003 മുത്തങ്ങയിലെ കുടിൽക്കട്ടൽ സമരത്തോടനുബന്ധിച്ച് പുനരധിവസിപ്പിക്കുക, അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുക. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഈ കേരളത്തിലെ മുഴുവൻ ഭൂരഹിതരായിട്ടുള്ള ആദിവാസി കുടുംബത്തിനും ഭൂമി കൊടുക്കണമെങ്കിൽ കേരളത്തിൽ ഭൂമിയില്ല എന്ന് ആന്റണി സർക്കാർ പറയുകയും കേന്ദ്ര ഗവൺമെൻറ്റിനോട് കുറച്ച് വനഭൂമിയും കൂടെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ശരിക്കും വനാവകാശ നിയമം കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടാക്കിയത്. കേന്ദ്ര ഗവൺമെൻറ് ഈ വനാവകാശ നിയമം ഉണ്ടാക്കിയിട്ട് കേരളം ആവശ്യപ്പെട്ടത് 30,000 ഏക്കർ ഭൂമി തരാനാണ്. പക്ഷേ 19,000 ഏക്കർ ഭൂമി കേന്ദ്രം വിട്ടു തന്നിട്ടുണ്ട് ആദിവാസികൾ കൊടുക്കാൻ. ഈ വിട്ടു തന്നിട്ടുള്ള ഭൂമി പോലും പൂർണ്ണമായിട്ടും ഈ നിയമം നടപ്പിലാക്കി ആദിവാസികൾക്ക് കൊടുത്തിട്ടില്ല.
അപ്പോൾ ഈ വനാവകാശ നിയമം നടപ്പിലാക്കി വിട്ടുകിട്ടിയ മുഴുവൻ ഭൂമി ആദിവാസി കൊടുക്കണമെന്നാണ് നമ്മളിപ്പോൾ ആവശ്യപ്പെടുന്നത്. അത് ഗവൺമെൻറ് ഉണ്ടാക്കിയ ഒരു നിയമവ്യവസ്ഥയല്ല. CK ജാനുവിനുള്ള പരാതി കോൺഗ്രസ് നയിക്കുന്ന ഈ സർക്കാരിനോട് മാത്രമാണോ? കാരണം EMS മന്ത്രിസഭ അധികാരത്തിൽ വന്നപ്പോൾ ചീങ്ങേരി പദ്ധതി കൊണ്ടുവന്നിരുന്നു. അതനുസരിച്ച് 543 ഏക്കർ ഭൂമി ആദിവാസികൾക്ക് നൽകാമെന്നൊരു പ്രഖ്യാപനമുണ്ടായിരുന്നു. അവിടം തൊട്ട് UDF സർക്കാർ മാത്രമല്ല ഇടതുപക്ഷത്തിനും ഇതുപോലെ വാഗ്ദാന ലംഘനത്തിൻ്റെ കഥ അല്ലെങ്കിൽ ചരിത്രം പറയാനില്ലേ? CPMകാർ അവകാശപ്പെടുന്നത് ആൻ്റണി സർക്കാർ പറഞ്ഞ വാക്ക് പാലിച്ചില്ല. അതിനുശേഷം വന്ന LDF സർക്കാരാണ് ആദിവാസികളുടെ പ്രശ്നങ്ങളോട് അനുഭാവപൂർണ്ണം അത് പരിഹരിക്കാൻ അല്ലെങ്കിൽ പരിഗണിക്കാൻ തയ്യാറായത് LDF സർക്കാരാണെന്നാണ് CPM അവകാശപ്പെടുന്നത്. ഇല്ല, ഇപ്പോൾ ആദിവാസി പ്രശ്നങ്ങളോട് CPM ഒക്കെ കൊടിയ വഞ്ചനയാണ് ശരിക്കും കാണിക്കുന്നത്. ഇപ്പോൾ CPM തന്നെ അധികാരത്തിലിരിക്കുമ്പോൾ ഒരു ആദിവാസിക്ക് ഒരു തുണ്ട് ഭൂമി കൊടുക്കാതിരിക്കുക, അവർ അധികാരത്തിൽ താഴെ വരുമ്പോൾ ആദിവാസികളെ സംഘടിപ്പിച്ച് ഭൂമിയിൽ കയറി കുടിൽക്കട്ടൽ നടത്തുക, കളക്ട്രേറ്റ് ഉപരോധിക്കുക. അപ്പോൾ അങ്ങനത്തെ പരിപാടി അവർ ചെയ്യുക. അധികാരത്തിൽ കയറുമ്പോൾ അവരൊന്നും ചെയ്യാതിരിക്കുക. അപ്പോൾ CPMും ഈ ആദിവാസികളോട് വാഗ്ദാന ലംഘനം നടത്തുന്നതിൽ UDF LDF ഒരേ നയമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ ചീങ്ങേരി പ്രോജക്റ്റ് ഭൂമി 1957 ഉണ്ടാവുന്നതാണ്. അന്ന് EMS നമ്പൂതിരിപ്പാടിൻ്റെ ഗവൺമെൻറ്റാണ് ശരിക്കും അധികാരത്തിലുണ്ടായിരുന്നത്. 526 ഏക്കർ ഭൂമിയാണ് ചീങ്ങേരി പ്രോജക്റ്റ്. അന്ന് ശരിക്കും വയനാട് ജില്ല കേരള ഗവൺമെൻറ്റിൻ്റെ ജില്ല പോലും ആയിരുന്നില്ല, മദ്രാസ് ഗവൺമെൻറ് ജില്ലയായിരുന്നു. അപ്പോൾ പട്ടിണിയിൽ നിന്നും അടിമത്തത്തിൽ നിന്നും ആദിവാസികളെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി EMS നമ്പൂതിരിപ്പാടിൻ്റെ ഗവൺമെൻറ് 57 ആദ്യമായിട്ട് അധികാരത്തിൽ വന്നപ്പോൾ അന്ന് മദ്രാസ് ഗവൺമെൻറ്റിൻ്റെ കയ്യിലേക്ക് TSP ഫണ്ടിലെ പൈസ കൊടുത്തിട്ട് വിലക്ക് മേടിച്ച ഭൂമിയാണ് 526 ഏക്കർ ചീങ്ങേരി പ്രോജക്റ്റ്. ആ ഭൂമി ഇതുവരെ വീതിച്ചു കൊടുത്തിട്ടില്ല. ഇപ്പോൾ LDF അതിനിടയിൽ പല പ്രാവശ്യം അധികാരത്തിൽ വന്നു, UDF പല പ്രാവശ്യം അധികാരത്തിൽ വന്നു. ഇവരൊന്നും ഈ നിയമം നടപ്പിലാക്കി ആദിവാസികൾക്ക് ഭൂമി കൊടുക്കുന്ന കാര്യത്തിൽ നിലപാടെടുത്തിട്ടില്ല. അതുമാത്രമല്ലല്ലോ, 1975 പാർലമെന്റിൽ പാസാക്കിയ നിയമം അനുസരിച്ച് ആദിവാസികളുടെ കയ്യിൽ നിന്നും അന്യാധീനപ്പെട്ട അല്ലെങ്കിൽ അത് അന്യായമായി തട്ടിയെടുത്ത ഭൂമി തിരിച്ചു നൽകണം എന്ന കേന്ദ്ര നിയമം പാസാക്കിയിരുന്നു. അതും കേരളത്തിൽ നടപ്പാക്കപ്പെട്ടില്ലല്ലോ. ഇല്ല, ഇപ്പോൾ അന്യാധീനപ്പെട്ട ഭൂമിയുടെ വ്യവസ്ഥ 1975 നിയമത്തിനകത്ത് പറയുന്നത്, അത് ശരിക്കും നമ്മുടെ കേരള നിയമസഭയിൽ എല്ലാവരും ഐക്യകണ്ഠേന കൈയടിച്ച് പാസ്സാക്കിയ ഒരു നിയമം, ഒരാളും അതിനെ എതിർത്തിട്ടില്ല. അങ്ങനെ പാസ്സാക്കിയ നിയമത്തിൽ പറയുന്നത് 1960 ജനുവരി 1 മുതൽ ആദിവാസികളുടെ അന്യാധീനപ്പെട്ട ഭൂമി ആദിവാസികൾക്ക് തിരിച്ചു കൊടുക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ കണക്കനുസരിച്ച് ഒരുപാട് ആദിവാസികൾക്ക് ഭൂമി കൊടുക്കണുണ്ടാവും. പക്ഷേ നമ്മുടെ LDF ഗവൺമെൻറ് 96 ആ നിയമത്തെ ഭേദഗതി ചെയ്തു. അവർ ഭേദഗതി ചെയ്തത് 5 ഏക്കർ വരെ ഭൂമിയുള്ള ആളുകളുടെ കയ്യിൽ 1986 വരെയുള്ള അന്യാധീനപ്പെട്ട ഭൂമി ആരാണോ അന്യാധീനപ്പെടുത്തിയെടുത്തവർ അവർക്ക് കൊടുക്കാനും അതിന് ശേഷമുള്ള ഭൂമി ആദിവാസിക്ക് കൊടുക്കാനും. അപ്പോൾ അതിനകത്ത് വന്ന ഒരു ഭേദഗതി 5 ഏക്കർ വരെ അന്യാധീനപ്പെടുത്തിയ ആളുകൾക്ക് വിട്ടുകൊടുക്കാനും 5 ഏക്കറിൽ കൂടുതൽ 7 ഏക്കർ 8 ഏക്കർ ഉണ്ടെങ്കിൽ 2 ഏക്കർ തിരിച്ച് ആദിവാസി കൊടുക്കാൻ. ഇനി 5 ഏക്കർ മാത്രമായിട്ടുള്ളത് മുഴുവനായിട്ട് അന്യാധീനപ്പെടുത്തിയ അത് അയാൾക്ക് തന്നെ കൊടുക്കാൻ. അങ്ങനെ ഒരു ഭേദഗതി കൊണ്ടുവന്നത് LDF ഗവൺമെൻറ്റാണ് ശരിക്കും. ആ ഭേദഗതി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അത് ആ നിയമത്തിനെ നടപ്പിലാക്കാനുള്ള ഒരു പണിയും ശരിക്കും LDF ചെയ്തിട്ടില്ല. അപ്പോൾ രണ്ട് സർക്കാരും മാറി മാറി ആദിവാസികളുടെ പ്രശ്നത്തിൽ വഞ്ചന കാണിക്കുകയാണ്. അതെ, രണ്ട് സർക്കാരും മാറി മാറി ആദിവാസി പ്രശ്നത്തിൽ വഞ്ചന കാണിക്കുക. ജാനു ഇതിനു മുൻപ് പലതവണ പറഞ്ഞിട്ടുണ്ട്, 2002 ആദിവാസി ഗോത്ര മഹാസഭ രൂപീകരിക്കാൻ തന്നെ കാരണം കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആദിവാസികളെ വഞ്ചിച്ചത് കൊണ്ടാണെന്ന്. ഇപ്പോൾ 12 കൊല്ലമായി നിങ്ങളുടെ നേതൃത്വത്തിലുള്ള ഈ സംഘടന രൂപീകൃതമായിട്ട് ഈ 12 കൊല്ലത്തിനിടയ്ക്ക് 2001 ആൻ്റണി സർക്കാർ നൽകിയ വാഗ്ദാനം പോലും പാലിച്ചെടുക്കാൻ അല്ലെങ്കിൽ നടപ്പാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ലല്ലോ നിങ്ങളുടെ സംഘടനയ്ക്ക്. അപ്പോൾ ആദിവാസി ഗോത്ര മഹാസഭ എന്ത് നേടിയെന്ന ചോദ്യത്തിന് എന്ത് പറയും? ഇല്ല, ഇപ്പോൾ ആദിവാസി ഗോത്ര മഹാസഭയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നടത്തിയ സമരത്തിലൂടെ ഭൂമി എന്നുള്ള ഒരു വിഷയം ലോകരാഷ്ട്രീയ തലത്തിൽ ചർച്ച ചെയ്യപ്പെടുക, ആദിവാസികൾക്ക് ഭൂമി വേണം, ആദിവാസികളും ഭൂമികളുടെ അവകാശികളാണെന്നുള്ള കാര്യങ്ങൾ ഈ ലോകരാഷ്ട്രീയ തലത്തെ ആളുകളുടെ ഇടയിൽ സ്ഥാപിച്ചെടുക്കുക, ഇത്തരം കാര്യങ്ങൾ ഗോത്ര മഹാസഭയ്ക്ക് വളരെ സജീവമായിട്ട് പറ്റിയിട്ടുണ്ട്. പിന്നെ ആദിവാസിക്ക് വേണ്ടി ഭൂസമരത്തിൽ ഇറങ്ങാൻ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും പ്രേരിപ്പിച്ചത്, ആ വഴിയിലേക്ക് ഇറക്കിയത് ഗോത്ര മഹാസഭയുടെ സമരം കൊണ്ടാണ്. ഇപ്പോൾ ഈ ഇടതുപക്ഷ അടക്കമുള്ള ആളുകൾ കുടിൽക്കട്ടൽ സമരത്തിലേക്ക് പോകുന്നത് CPM-ന്റെ നേതൃത്വത്തിൽ ഒരു AKS നിങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ? ഇപ്പോൾ AKS പോലും ഉണ്ടായത് ഗോത്ര മഹാസഭയുടെ പിന്നെ ഉത്ഭവത്തോട് കൂടിയിട്ടാണ്. കേരളത്തിലെ മുഴുവൻ ആദിവാസികളും ഗോത്ര മഹാസഭയിലേക്കുള്ള ഒരു ഒഴുക്ക് വന്നപ്പോൾ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നൊക്കെ ആളുകൾ വിട്ടുപോയാൽ അവരുടെ അടിവേര് പൊട്ടുന്നത് കൊണ്ട്
അവരെ നിലനിർത്താൻ വേണ്ടി മാത്രമാണ് CPM AKS പോലെയുള്ള സംഘടന ഉണ്ടാക്കിയത്. CPM പോലെ ഒരു രാഷ്ട്രീയ പാർട്ടി ശരിക്കും AKS പോലെയുള്ള ഒരു ജാതി സംഘടന ഉണ്ടാക്കാൻ പാടില്ല. അവരുടെ ഇതിൽ പറയുന്നത് ഈ ജാതിയില്ല, മതമില്ല, ഇവിടെ 2 വർഗ്ഗം മാത്രമേ ഉള്ളൂ, ഒന്ന് തൊഴിലാളി, മുതലാളി. അപ്പോൾ അവർ ആദിവാസികൾക്ക് ജാതി സംഘടന AKS പോലെയുള്ള ഒരു സംഭവം ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ അവിടെ കമ്മ്യൂണിസ്റ്റം തകർന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ശരിക്കും കമ്മ്യൂണിസം തകർക്കാതെ അവർക്ക് ജാതി സംഘടന ഉണ്ടാക്കാൻ പറ്റില്ല. ഈ 2 രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നും നിങ്ങൾക്ക് നീതി കിട്ടിയില്ല. നിങ്ങളുടെ വിഭാഗത്തിൽ നിന്ന് തന്നെ ഒരാൾ സംസ്ഥാനത്തെ പട്ടികവർഗക്ഷേമ മന്ത്രിയായി ഇവിടെയുണ്ട്. പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, നമുക്കറിയാവുന്നതുമാണ്. CK ജാനു ആ ഘട്ടത്തിൽ മത്സരിക്കാൻ വേണ്ടി വരേണ്ട വ്യക്തിയായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ ജാനു ആകുമായിരുന്നു മന്ത്രിസ്ഥാനത്തിരിക്കുന്നയാൾ. ജാനു മന്ത്രിയായിരുന്നെങ്കിൽ കുറേ കൂടി കാര്യങ്ങൾ ആദിവാസികൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുമായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? അതല്ലെങ്കിൽ ജയലക്ഷ്മിക്ക് എന്താണ് പറ്റുന്നത്? ഇല്ല, പിന്നെ ഈ ആദിവാസികളുടെ കൂട്ടത്തിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള ഒരു വനിതാ മന്ത്രി വരുന്നതിൽ നമുക്കൊക്കെ വളരെയധികം അഭിമാനമായിരുന്നു. അവർ മന്ത്രിയാക്കി വരാൻ വേണ്ടി നമ്മളൊക്കെ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരുപാട് പ്രയത്നിച്ചതിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് ശരിക്കും അങ്ങനെ വന്നത് പോലും. അപ്പോൾ ആ സമയത്ത് നമ്മളെയൊക്കെ ഈ മത്സര രംഗത്തേക്ക് വരാൻ വേണ്ടി അവർ ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ എനിക്ക് ആദ്യം അങ്ങനെ ഒരു നിലപാടുണ്ടായി, അങ്ങനെ മത്സര രംഗത്ത് വരില്ല എന്നുള്ളൊരു രീതി. ആ സമയത്തൊക്കെ പുറത്തു വന്നിരുന്ന വാർത്തകൾ ജാനു കോൺഗ്രസ് നേതാക്കളുടെ വാതിലിൽ ചെന്ന് മുട്ടി. മുത്തങ്ങ സമരത്തിൽ ജോഗി കൊല ചെയ്യപ്പെട്ട കാര്യം പോലും വിസ്മരിച്ച് ആ നേതൃസ്ഥാനത്തുണ്ടായിരുന്ന ജാനു അന്ന് രമേശ് ചെന്നിത്തലയെ കണ്ടു, സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹമുണ്ട് എന്ന് അറിയിച്ചിരുന്നു. പിന്നീട് അവിടെ വാതിലടഞ്ഞപ്പോൾ ഡൽഹിയിൽ പോയി അവിടെ 2 ദിവസം തങ്ങി എന്നെല്ലാം ആ സമയങ്ങളിൽ വാർത്തകൾ വന്നിരുന്നു. പക്ഷേ നമ്മൾ ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തന്നെ എന്നോട് സംസാരിച്ചിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞത് ഈ സമയത്തൊന്നും ഞാൻ നിൽക്കുന്നില്ല എന്ന് തന്നെയാണ് അവരോടും പറഞ്ഞത്. നമ്മൾ ഡൽഹിയിൽ പോയത് വേറെ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു ശരിക്കും പോയത്. അതിന് ആളുകൾ ഈ രീതിയിൽ പ്രചരിപ്പിക്കുകയായിരുന്നു ചെയ്തത്. ആദിവാസി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ മന്ത്രി PK ജയലക്ഷ്മിക്ക് പ്രാപ്തിയില്ലാത്തത് കൊണ്ടാണോ, അവർക്ക് ഈ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നത് അറിയാത്തത് കൊണ്ടാണോ, അതല്ല അവർ ഇതിനെ ബോധപൂർവ്വം അവഗണിക്കുകയാണോ? സ്ഥാനമാനങ്ങൾ കിട്ടിയപ്പോൾ ഇതിങ്ങനെ അത് ഇഴഞ്ഞു നീങ്ങിക്കോട്ടെ എന്നവർ ബോധപൂർവ്വം കരുതുകയാണോ? എന്താണ് സംഭവിക്കുന്നത്? ഇല്ല, അവർക്ക് ഇപ്പോൾ ഒരു ആദിവാസിയായിട്ടുള്ള ഒരു സ്ത്രീ തന്നെ മന്ത്രി ആയതുകൊണ്ട് അവർക്ക് കാര്യങ്ങൾ അറിയില്ലാത്തതൊന്നും അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അവർ കാര്യങ്ങൾ അങ്ങനെ നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അവരുമായിട്ട് ഇരുന്ന് സംസാരിക്കുമ്പോൾ തന്നെ അവർ കാര്യങ്ങളെക്കുറിച്ച് അങ്ങനെ പഠിച്ചിട്ടില്ല എന്ന് നമുക്ക് ബോധ്യമാവുന്നുണ്ട്. പിന്നീട് അവർക്കിപ്പോൾ മറ്റുള്ള ഇപ്പോൾ നമുക്കറിയാലോ, ഇപ്പോൾ കേരളത്തിൽ ഒരു ഭരണ സംവിധാനമൊന്നല്ല, ഇപ്പോൾ ജനാധിപത്യ ഭരണമൊന്നല്ല, ഒരു കോർപ്പറേറ്റ് സംവിധാനമാണ് ശരിക്കും കേരളത്തിൽ ഭരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളും ഇവർക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നാലും ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾ മന്ത്രി എന്നുള്ള പദവി വെച്ചുകൊണ്ട് തന്നെ ചെയ്യാമായിരുന്നു. അത് പക്ഷേ അവരെന്തുകൊണ്ടോ ചെയ്തില്ല എന്നുള്ളതാണ് നമുക്കൊക്കെ ശരിക്കും വളരെ വേദനാജനകമായിട്ടുള്ള കാര്യങ്ങൾ. ജാനു മുൻപ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇങ്ങനെ ഒരു സ്ഥാനത്തിരുന്നു കൊണ്ട് ആദിവാസികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനോ അതിനുവേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അഭിമാനമുണ്ടെങ്കിൽ ആ സ്ഥാനം രാജിവെച്ച് പുറത്തു വരികയാണ് വേണ്ടതെന്ന്. നമ്മളൊരു കോസിന് വേണ്ടി നിലകൊള്ളുമ്പോൾ ആ കോസിന് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പൂർണ്ണമായിട്ടും 100% ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല. അതിൽ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവാം. എന്നാലും ഒരു കുറച്ചെങ്കിലും അക്കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയും. അങ്ങനെ ചെയ്യാൻ കഴിയില്ലെങ്കിൽ നമ്മൾ ആ പദവിയിൽ ഇരിക്കാതിരിക്കുന്നത് തന്നെയാണ് അതിന് ഏറ്റവും നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. UDF സർക്കാരിൻ്റെ 2 ഘട്ടങ്ങളിൽ, അതായത് 2 നേതൃത്വത്തിൻ്റെ അനുഭവങ്ങൾ നിങ്ങൾക്ക് മുന്നിലുണ്ട്. ഒന്ന് AK ആൻ്റണിയുടെ കാലത്തുള്ളത്, അന്ന് അദ്ദേഹം ചില ഉറപ്പുകൾ നിങ്ങൾക്ക് തന്നു. ആദിവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ളൊരു സമഗ്രമായ പദ്ധതി അദ്ദേഹം തയ്യാറാക്കി. വരുന്ന 5 വർഷത്തിനുള്ളിൽ ഈ പദ്ധതി നടപ്പാക്കപ്പെടും എന്നൊരു ഉറപ്പും അദ്ദേഹം തന്നു. അതിനുശേഷം പിന്നീട് LDF സർക്കാർ വന്നു. അതിനുശേഷം ഉമ്മൻചാണ്ടിയുടെ ഭരണം ഇപ്പോഴുണ്ട്. കൂടുതൽ ആത്മാർത്ഥത ആദിവാസി വിഷയത്തിൽ പ്രകടിപ്പിച്ചത് ആൻ്റണിയാണോ ഉമ്മൻചാണ്ടിയാണോ വ്യക്തികളെന്ന നിലയിൽ?